ബഹുമാനരായ ജില്ലാ വിഭാഗത്തിന്റെ കൺവീനർ സിദ്ദീഖ് ബദരി, സത്താർ ഇലാരുന്നു, ബഹുമാനരായ ഫൈസി ഉസ്താദ്, ബഹുമാനരായ സഹോദരങ്ങളെ, കേരള ഇസ്ലാമിക സമാജത്തിന്റെ മുഖ്യധാരയെ പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ നീണ്ട 9 പതിറ്റാണ്ട് കാലത്തോളം കേരളീയ ഇസ്ലാമിക സമൂഹത്തിന് മതവൈജ്ഞാനിക വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ നടത്തിയ പ്രസ്ഥാനമാണ്. 9,500-ലേറെ പ്രാഥമിക മദ്രസ പാഠശാലകളും 2000-ൽ താഴെ വരുന്ന ജുമാ മഹല്ല് കമ്മിറ്റിയുടെ പേരിൽ ഒരു സഹോദരൻ കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയുണ്ടായി. ദഅവത്തിനൊരു കൈത്താങ്ങി എന്ന പേരിൽ കേരളത്തിലെമ്പാടും ലക്ഷദ്വീപിലും കർണാടകയിലും തമിഴ്നാട്ടിലും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ എല്ലാ പ്രവിശ്യകളിലും ഒമാനിലും ബഹ്റൈനിലും കുവൈറ്റിലും GCCയിലെ എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസ സ്ഥാപനങ്ങളിൽ നിന്ന് 100 രൂപയിൽ കുറയാത്തൊരു ഫണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് സ്വരൂപിക്കാനുണ്ടായ ഒരു തീരുമാനമുണ്ടായി. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരമുള്ള മദ്രസകളിൽ നിന്ന് പിരിവെടുക്കാൻ സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതവരേണ്യന്മാരുടെ ആഹ്വാനം സർക്കുലറുകളിലൂടെ ഓരോ മദ്രസകളിലും എത്തിച്ചേർന്നു. ആ ഒരു ആഹ്വാനത്തിനെതിരെയാണ് വളരെ ഖേദകരമായ രീതിയിൽ ഇവിടെ ഒരാൾ, ഞാൻ ഈ വേദിയിൽ അയാളുടെ പേര് പറഞ്ഞ് വേദി അപമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അദ്ദേഹം കമ്മിറ്റിയുടെ പേരിൽ കേസ് കൊടുത്തത്. 2 കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ പ്രഗത്ഭരായ നമ്മുടെ നേതാക്കൾ മൗലിദിന് ശേഷം ഇവിടെ സംസാരിക്കും. ആർക്കെതിരെയാണ് ഇവർ കേസ് കൊടുത്തത്, എന്താണ് ഇവരുടെ കേസിന്റെ മെറിറ്റ് എന്നതാണ്. ഇത് രണ്ടുമായി ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കാലത്തിന്റെ അനിവാര്യതയായി പിറന്നു വീണ ഒരു മഹാപ്രസ്ഥാനമാണ്. ആർക്കെങ്കിലും നേതാവാകാൻ വേണ്ടി ഒരു ലെറ്റർ പാഡ് ഉണ്ടാക്കിയ പ്രസ്ഥാനമല്ല. 1920-കളുടെ മതകീയ ജുഗുൽസാവഹമായ ഒരു കാലഘട്ടത്തിൽ സൗദി അറേബ്യയിൽ നിന്ന് കടന്നു വന്ന മജല്ലാത്തുകൾ, മാഗസിൻസുകൾ വായിച്ച് കൊടുങ്ങല്ലൂരിലെ ഒറിയാട്ടിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട കേരളീയ ഇസ്ലാമിക സമൂഹം നാളൊരിക്കലും കേൾക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ചിന്താഗതികളും ആദർശങ്ങളും ഒത്തൊരുമയോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിൽ പകർത്താൻ ശ്രമിച്ചപ്പോൾ മലബാറിലെ സാത്വികരായ ആലിമീങ്ങൾ, ആ കാലഘട്ടത്തിലെ പ്രഗത്ഭനായ ഖുതുബുസ്സമാൻ സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ റളിയല്ലാഹു മർക്കദ, അവരുടെ സാന്നിധ്യത്തിൽ പോയി സമർപ്പിക്കുകയാണ് തങ്ങളെ. ആളുകളുടെ വിശ്വാസങ്ങളെ കട്ടുകൊണ്ടുപോകാൻ ചില ആളുകൾ വന്നിരിക്കുകയാ. ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിക്കാനുള്ള ശ്രമകരമായ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ നേതൃത്വത്തിൽ നമുക്ക് സംഘടിക്കണം.
എന്ന് പറഞ്ഞപ്പോൾ വരക്കൽ മുല്ലക്കോയാത്തങ്ങൾ അവരോട് പറഞ്ഞ മറുപടി, ഒരു സംഘടന ഉണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ സംഘടനയില്ല. അറബിക്കടലിന്റെ അലമാലകളെ തഴുകിയൊഴുകി കടന്നു വന്ന തൗഹീദിന്റെ നൗകയെ ഇരുകയും നീട്ടി സ്വീകരിച്ച കേരളത്തിന്റെ ആദ്യ പ്രബോധകരായ മാലിക് ഇബ്നു ദീനാറും സംഘവും ഇവിടെ പ്രസ്ഥാനമുണ്ടാക്കിയിട്ടില്ല. അവരുടെ കാലഘട്ടത്തിന് ശേഷം വൈജ്ഞാനിക വിപ്ലവത്തിന് നിർണായകത്വം നൽകിയ മഹദൂമിയങ്ങൾ ആ പ്രവർത്തനം നടത്തിയിട്ടില്ല. അവരുടെ കാലഘട്ടത്തിന് ശേഷം ഇസ്ലാമിക കേരളത്തിന്റെ ആത്മീയ ചൈതന്യത്തിന്റെ പ്രജബിംബങ്ങളായ മഹാനായ ഖുതുബുസ്സമാൻ മൗലവി മന്ദുറന്തങ്ങൾ, ആസിഫുർ റസൂൽ എന്നറിയപ്പെട്ട മഹാനായ വെളിയങ്കോട്ട് ഉമർ ഖാലി, അവരുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക കേരളം സംഘടിച്ചിട്ടില്ല. പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടില്ല. പ്രസിഡന്റും സെക്രട്ടറിയും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോഴെങ്ങനെ ഉണ്ടാക്കും? അതുകൊണ്ട് നിങ്ങൾ തിരിച്ചുപോകൂ എന്ന് പ്രസ്ഥാനമുണ്ടാക്കാനും നേതാവാകാനും താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ചാടി വീണെന്നെ അധ്യക്ഷനാക്കണമെന്ന് പറയേണ്ടിയിരുന്ന തങ്ങൾ പറഞ്ഞത് നിങ്ങൾ പോകൂ എന്നാണ്. 40 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവർ വന്നു. ആ വന്നപ്പോൾ ഖുതുബുസ്സമാൻ അവരോട് പറഞ്ഞ മറുപടി, ഞാൻ നിങ്ങൾ പറഞ്ഞ പരാതി എന്റെ ശൈഖ് മുറബ്ബിയായ ജദീദ് സനദി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ പറയാൻ പറ്റുള്ള കാര്യത്തിൽ സുന്നികൾക്കിടയിൽ തർക്കമൊന്നും ഉണ്ടായില്ലല്ലോ. ഈ കുറ്റത്രമായാലും എന്നിട്ട് ഞാൻ സംവാദം വെക്കാൻ മതിയോ? ഇത് നിങ്ങൾ കണ്ട കള്ള സ്വപ്നത്തിന്റെ കഥയല്ല, ഇത് പകര കണ്ട സ്വപ്നമല്ല. നിങ്ങളും അംഗീകരിക്കുന്ന നേതാവാണ് വരക്കൽ മുല്ലക്കോയാത്തങ്ങള്. നിങ്ങളുടെ സൗവനേറിലും സമസ്തയുടെ പ്രാർത്ഥിതാവായി നിങ്ങൾ അംഗീകരിക്കുന്നയാളാ, നിഷേധിക്കരുത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ വെള്ളിപ്പാപ്പയോട് ചോദിച്ചു, അവരുടെ അനുവാദം വാങ്ങി. 40 ദിവസക്കാലം ഞാൻ മുറാഖബയിലായിരുന്നു. എന്റെ വെള്ളിപ്പാപ്പയുടെ മറുപടി കിട്ടാനാ കാത്തിരുന്നത്. ഇന്നലെ രാത്രി എനിക്ക് സമ്മതം ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സംഘടിക്കണം. അങ്ങനെ പ്രാർത്ഥനയുടെ സാർത്ഥകമായ സഫലമായിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 926 പ്രഭാതത്തിൽ ജൂൺ 26 പിറവിയെടുക്കുന്നത്. അനിവാര്യമായ പ്രാർത്ഥന പോലെ സമസ്ത പിറവിയെടുക്കുകയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം, ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം സമസ്തയുടെ സാത്വികത എന്താണെന്ന്. ആ സമസ്തക്കെതിരെയാണ് കേവലം ഒരു മഹല്ല് കമ്മിറ്റിയുടെ പേരിൽ ഒരാൾ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വ്യക്തികൾക്കെതിരെയല്ല, ഈ നാട്ടിലെ ഒരു ചെറുപ്പക്കാരനെതിരെയല്ല, കേരളത്തിലെ ഏതെങ്കിലും ഒരാളുടെ നേരെയല്ല, സാത്വികരായ മഹാപണ്ഡിത പ്രസ്ഥാനത്തിന് നേരെ. ഇവരെ നിഷേധിച്ചിട്ടൊക്കെയുണ്ട്. സോഷ്യൽ മീഡിയകളിൽ 4 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറുക്കം വന്ന് വെല്ലുവിളിച്ചിട്ട് പറയുക, കേസ് കൊടുത്തിട്ടുണ്ട്, തെളിയിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നമ്മുടെ ഒരു സഹോദരൻ അതിന്റെ കോപ്പി അങ്ങ് പോസ്റ്റ് ചെയ്തത് പിന്നെ അവനെ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പൊ അവർ നിഷേധിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ കേസ് കൊടുത്തിട്ടില്ല. ഇത് കേരള ഹൈക്കോർട്ടിലെ ഹോണബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള എറണാകുളം, അവിടെ തിരുവത്ര മഹല്ല് കമ്മിറ്റിയുടെ പേരിൽ നടത്തി എന്ത് പേരാണ് നടത്തി കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ കൊടുത്ത കേസിന്റെ ഫയൽ കോപ്പിയാണിത്. അദ്ദേഹത്തിന്റെ കമ്മിറ്റിക്കാർക്കോ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോഴോ മഗ്‌രിബിന് ശേഷമോ ഈ വേദിയിൽ വരാം. ഇപ്പൊ വന്നാൽ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല, ഞങ്ങൾ അങ്ങനെ ഗുണ്ടായിസം കാണിക്കുന്നവരല്ല. ഇനി ഇപ്പൊ വരാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ വേറൊരു ദിവസം നിങ്ങൾ ഇവിടെ വേദികെട്ട് വീണ്ടും ഞങ്ങൾ വരാം. ജീവിക്കുന്ന തെളിവുമായി ക്ലിപ്പിങ്ങുകളുമായി നിങ്ങളുടെ കാപട്യങ്ങളെ തെളിയിച്ച് കാണിക്കാൻ വീണ്ടും വരും. അതുകൊണ്ട് ഞങ്ങൾ അതിനൊക്കെ തയ്യാറാണ്. ഈ സമസ്തക്കെതിരെയാണ് കേസ് കൊടുത്തത്. 1926 സ്ഥാപിതമായ അഹ്ലുസ് സുന്ന വൽ ജമാഅയുടെ ഈ സാത്വിക പണ്ഡിത പ്രതിഭാശാലികൾക്കെതിരെ. അങ്ങനെ ആ സംഘടന പ്രവർത്തിച്ച് വിഷമം ഉണ്ടാക്കി. അതിന്റെ ആർട്ടിക്കിൾ 1 അഹ്ലുസ് സുന്നയുടെ പ്രബോധനമാണ്, വിധേയർക്കെതിരെയുള്ള ബോധവൽക്കരണമാണ്. എന്തുകൊണ്ടാണ് ഞാനത് വായിക്കുന്നതെന്ന് പിന്നീട് പറയാം. ഇവർ കൊടുത്ത
ഈ കേസിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. There are several functions in Islam religion in India, namely Jamaat-e-Islami, Mujahid, Tabligh, Hanafis, Ahmadiyya, Sunni, etc. Several religions and institutions are functioning under this function. The third respondents, അതായത് സമസ്തകളുടെ ജമാഅത്തുൽ herein is an organization functioning under the leadership of one function of Sunni Muslim commonly called as EK group. സമസ്തയെ അവർ EK ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറയുന്ന കാര്യം എന്താ? ഇന്ത്യയിൽ ധാരാളം ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, തബ്ലീഗ്, ഹനഫി, അഹമ്മദിയ, സുന്നി. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവര് കൊടുത്ത റീറ്റ് ഹർജിയിലെ പരാമർശമാണിത്. എടോ 110 സുന്നികളെ ഖാദിയാനികൾ മുസ്ലിമല്ലെന്ന് പ്രഖ്യാപിച്ച പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നടത്തി കുഞ്ഞു മുഹമ്മദിന് വിവരമില്ലെന്ന് ഈ നാട്ടുകാർക്കറിയാം. കമ്മിറ്റിയിൽ ഒരാൾക്കെങ്കിലും വിവരം വേണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഖത്തീബിനോടെങ്കിലും ചോദിച്ചിട്ട് വേണ്ടേ ഈ അബദ്ധം പറയാം? അഹമ്മദിയാക്കൾ ഇസ്ലാമാണത്രേ. അഹമ്മദിയാക്കൾ ഖാദിയാനികൾ മുസ്ലിമല്ലെന്ന് സമസ്ത പ്രഖ്യാപിച്ചിട്ടുണ്ട്. റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമി, വേൾഡ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ലോക മുസ്ലിങ്ങളുടെ സംഘടന സമസ്തയുടെ പ്രഖ്യാപനം അംഗീകരിച്ചിട്ടുണ്ട്. ഈ തിരുവത്രയിലെ കമ്മിറ്റിക്കാർക്ക് വിവരമില്ലെങ്കിൽ വിവരമുണ്ടെന്ന് പറയുന്ന ഒരു ഖത്തീബിന്റെ ചോദിക്കണ്ടേ? അഹമ്മദിയാക്കൾ മുസ്ലിങ്ങളോ ഖാദിയാനികൾ മുസ്ലിങ്ങളോ? എന്നിട്ട് അതിന്റെ അവസാനം അവർ പറയാ, it will definitely affect the harmony of the students belong to various function of Muslim. നാണം ഉണ്ടോ? നാണം ഉളുപ്പ് എന്ന് പറയുന്ന ഒന്നുണ്ടോ? പറഞ്ഞേക്കാം. It will definitely affect the harmony of the students. വിദ്യാർത്ഥികൾക്കിടയിലെ മുസ്ലിം ഐക്യത്തെ ഇത് തകർക്കും. ഏതൈക്യത്തെ കുറിച്ച് അവർ പറയുന്ന അറിയോ? അഹമ്മദിയാക്കൾ പഠിക്കുന്ന, ജമാഅത്തെ ഇസ്ലാമിയുടെ കുട്ടികൾ പഠിക്കുന്ന, തബ്ലീഗുകാരൻ പഠിക്കുന്ന, മുജാഹിദ് പഠിക്കുന്ന ഈ മദ്രസയിൽ 100 രൂപ പിരിവെടുത്താൽ മുസ്ലിം ഐക്യം പകരുമെന്ന് 110 കേരളത്തിന്റെ വലിയ തീരുമാനം നോക്കുന്ന നിങ്ങളുടെ ശൈഖിനോട് ചോദിക്കണോ? വിവരമില്ലെങ്കിൽ പോയിട്ട് ചോദിക്ക്. അഹമ്മദിയാക്കൾ മുസ്ലിങ്ങളാണോ? ഇപ്പൊ ഐക്യത്തിന്റെ ഭാഷയുമായി വന്നിരിക്കുക. ഇവരാണ് നമ്മൾ സുന്നീസം കുറവാന്ന് പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിക്കാൻ വന്നത്. മുസ്ലിം ഐക്യം തകരുത്തരേ, മുസ്ലിം ഐക്യം തകരുത്തര. ഇവിടെ ഖാദിയാനികൾ പഠിക്കുന്ന ഈ നാട്ടുകാർക്ക് വിവരമില്ല സഹോദരങ്ങളെ. ഇതാ നിങ്ങൾ പരിശോധിക്കുക. കേരള ഹൈക്കോടതിയിൽ നടത്തി മുഹമ്മദ് എന്ന് പറയുന്ന സഹോദരൻ കൊടുത്ത റിട്ട് പെറ്റീഷന്റെ ഫയലാണിത്. 10 രൂപ കൊടുത്ത ആർക്കും ലഭിക്കും. പരിശോധിക്കുക. നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ചലഞ്ച്. അഹമ്മദിയാക്കൾ മുസ്ലിങ്ങളാണെന്ന് തിരുവത്തറയിലെ കാന്തപുരം വിഭാഗത്തിന്റെ ആളുകൾ പ്രഖ്യാപിച്ചത് കേരളം മുഴുവൻ വിവാദമായി ഇന്നു മുതൽ പടർത്തും ഞങ്ങൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലൈവായി ഇപ്പോൾ ഈ പ്രക്ഷോഭനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മരിച്ച മറുപടി നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വായിച്ചത്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രബോധനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആർട്ടിക്കിളിലെ 1-ാമത്തത്. 2-ാമത്തത് ബിദ്അത്തുകൾക്കെതിരെയുള്ള ബോധവൽക്കരണമാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെതിരെ വരുന്ന നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ മാണിക്യക്കല്ലുകളായ ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, തബ്ലീഗ്, ഹനഫികളെ ഞങ്ങൾ പറഞ്ഞു. ഹനഫി നമ്മുടെ ആളുകളാണല്ലോ അല്ലേ? ഈ അഹമ്മദിയാക്കളിൽ വരുന്ന ആൾക്കാരാവും. അവരതിൽ കൂട്ടിയിട്ട് പറയാം. ഇവർക്കെതിരെ പൊരുതാന അഹ്ലുസുന്നയുടെ പ്രബോധനത്തിന് മിഷൻ 926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപപ്പെടുത്തിയത്. നിങ്ങളേത് സമസ്തയുടെ ആള്? നിങ്ങളേത് സുന്നത്തി ജമാഅത്തിന്റെ ആള്? തിരുവത്രയിലെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ മന്ദന്മാരാക്കിയിരിക്കുകയാണ് ഈ മഹല്ലി കമ്മിറ്റി എന്ന് പറയുന്ന വികരം കെട്ടവർ. ഞങ്ങൾ അവരെ മുഴുവൻ പറയുന്നില്ല. നടത്തി മുഹമ്മദ് എന്ന് പറയുന്ന ഈ സഹോദരൻ ഞാൻ എല്ലാ പേര് ആ ക്ലിപ്പിങ് മാത്രം ഇടണ്ട. ഇതിൽ നടത്തി കുഞ്ഞുമുഹമ്മദാണ്. നീ തെറ്റി പറഞ്ഞു തരണ്ട. ഞാൻ ഈ നാട്ടുകാരനല്ല.
ആ സഹോദരൻ ഈ ഫയൽ കൊടുത്ത് നിങ്ങളെ വിഡ്ഢികളാക്കിയിട്ട് നിങ്ങൾക്ക് ചങ്കുറ്റമുണ്ടെങ്കിൽ അടുത്ത കമ്മിറ്റി കൂടി ചോദിച്ച് എന്നാണ് മടക്കി സാഹിബ് ഖാദിയാനികളെ മുസ്ലിമാക്കിയത്? നമ്മുടെ മദ്രസയിൽ ഖാദിയാനികൾ പഠിക്കുന്നുണ്ടോന്ന് ചോദിക്ക്. അതുകൊണ്ട് വിധവികൾക്കെതിരെയുള്ള ബോധവൽക്കരണമാണ് സമസ്ത കേരള ജനങ്ങളുടെ ബി ആർട്ടിക്കിളിൽ പറയുന്നത്. സി, സാമൂഹികവും മതപരവുമായ അവകാശ സംരക്ഷണം. ഇസ്ലാമിക സമൂഹത്തിന് മതപരമായ കാര്യങ്ങൾക്ക്, സാമൂഹിക കാര്യങ്ങൾക്ക് സംരക്ഷണം നൽകാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ടാണ് ശരീഅത്ത് വിവാദകാലത്ത് ശരീഅത്തിനെതിരെ വാളോങ്ങിയപ്പോൾ സുപ്രീം കോടതിയിൽ ഷാബാനു കേസ് ഫയൽ ചെയ്യപ്പെട്ടപ്പോൾ വാദസംവാദങ്ങൾ ഉണ്ടായപ്പോൾ ഇന്ത്യ മുഴുവൻ ശരീഅത്തിനെതിരെ തിരിയുന്ന ഒരു സന്ദർഭമുണ്ടായി. ഞാൻ വിശദീകരിക്കുന്നില്ല. മത്അഉൻ ബിൽ മഅറൂഫ് എന്ന് പറയുന്ന ഖുർആനിലെ ഒരായത്തിന്റെ സകലമെടുത്ത് ഇസ്ലാമിക പാണ്ഡിത്യമില്ലാത്ത ജുഡീഷ്യറിയിൽ നിന്നും ജീവിതകാലം മുഴുവൻ ജീവനാംശം നൽകണമെന്ന വിധി പറഞ്ഞപ്പോ ഖുർആനിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ ഒരു വിധി ഇസ്ലാമിലില്ല. അതിന്റെ പേരിൽ ഇസ്ലാമിക സമൂഹം ഒന്നിച്ചിരിക്കേണ്ട ഒരവസ്ഥ വന്നു. മുതലക്കളം മൈതാനിയിൽ അലീമിയാൻ എന്ന് പറയപ്പെടുന്ന സയ്യിദ് അലീമിയാൻ ഹസനി എന്ന് പറയുന്ന പണ്ഡിതനുമായി ശംസുൽ ഉലമ വേദി പങ്കിട്ടു എന്ന ഒറ്റ കാരണത്താലാണ് കാന്തപുരം വിഭാഗത്തിന്റെ പേരിൽ അവർ ശംസുൽ ഉലമക്ക് സുന്നത്ത് ജമാഅത്തിന്റെ മൂല്യം കുറഞ്ഞു എന്ന് പറഞ്ഞ് പുതിയ സമസ്ത ഉണ്ടാക്കിയവരാണ്. ഞാനിത് ഇത്രയും പറഞ്ഞത് ഈ 4 കക്ഷികളെ പഠിപ്പിക്കുന്ന മദ്രസയാണല്ലോ നിങ്ങളുടേത് എന്നർത്ഥത്തിൽ പറഞ്ഞു പോയതാണ്. അതൊരു സാമൂഹിക കാര്യത്താൽ ഇവിടെ സംഭവം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇത് വന്നത്? ഇല്ലെങ്കിൽ അയാളോട് ചോദിക്കണ്ടേ നിങ്ങള്? മതവിദ്യാഭ്യാസത്തിന് തകർച്ചയില്ലാത്ത വിധം ഭൗതിക വിദ്യാഭ്യാസം നൽകാനുള്ള ശ്രമം നടത്തുക. ഇങ്ങനെ 4 മിഷൻ രൂപപ്പെടുത്തി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. കാലം കടന്നു പോകുമ്പോൾ 1927 ഫെബ്രുവരി 7-ാം തീയതി താനൂരിൽ സമസ്തയുടെ 1-ാം വാർഷിക മഹാസമ്മേളനം നടന്നു. 1927 ഡിസംബറിൽ പാലക്കാട് ജില്ലയിലെ മോളൂരിൽ 2-ാം വാർഷിക മഹാസമ്മേളനം നടന്നു. 1929 ജനുവരി 7 വല്ലപ്പോഴും സമ്മേളനം നടന്നു. 1930 മാർച്ച് 17 മണ്ണാർക്കാട് സമ്മേളനം നടന്നു. 1931 മാർച്ച് 11 വെള്ളിയാഞ്ചേരിയിൽ സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിലാണ് മഹാനായ സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവസാനമായി അധ്യക്ഷത വഹിച്ചത്. പിന്നെ 1935 ഫറൂഖിൽ സമ്മേളനം നടന്നു. പിന്നെ 1945 മെയ്യിൽ കാര്യവട്ടത്ത് സമ്മേളനം നടന്നു. 1947 മാർച്ചിൽ മീഞ്ചന്തയിൽ സമ്മേളനം നടന്നു. 1950 ഏപ്രിൽ വളാഞ്ചേരിയിൽ സമ്മേളനം നടന്നു. 1951 മാർച്ചിൽ വടകരയിൽ നടന്ന സമ്മേളനത്തിലാണ് മുസ്ലിം കേരളത്തിന്റെ അനിഷേധ്യനായ അമരക്കാരൻ അഹ്ലുസുന്ന വൽ ജമാഅയുടെ മഹാനായ നേതാവ് യമനിന്റെ സൗഗന്ധികപ്പോയ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ വിദ്യാഭ്യാസ ബോർഡിനെ കുറിച്ചുള്ള വലിയ ചർച്ച സമർപ്പിച്ച സമ്മേളനമാണ് 51 മാർച്ചിൽ വടകരയിലെ സമ്മേളനം. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവാദം ഉണ്ടായിട്ടുള്ളത് അല്ലെ? വിദ്യാഭ്യാസ ബോർഡിന്റെ സർക്കുലറുമായി ബന്ധപ്പെട്ട് 1984 ഏപ്രിൽ താനൂരിൽ സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിലാണ് സുന്നി യുവജന സംഘം എന്ന ഒരു പ്രസ്ഥാനം രൂപീകരിക്കണമെന്ന ചിന്തയുണ്ടാകുന്നത്. 1961 ഫെബ്രുവരിയിൽ കക്കാട് സമ്മേളനം നടന്നു. 1963 ഡിസംബറിൽ കാസർഗോഡ് സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിലാണ് ഹരിത കുങ്കുമധവള റൗലാംഗിത പതാക സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പതാകയായി അംഗീകരിച്ചത്. 1972 മെയിൽ തിരുനാവായിൽ സമ്മേളനം നടന്നു. ആ സമ്മേളനമാണ് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടാക്കണമെന്ന് ചിന്ത രൂപപ്പെടുത്തിയത്. 60-ാം വാർഷിക മഹാസമ്മേളനം 1985 ഫെബ്രുവരിയിൽ കോഴിക്കോട് വെച്ചാണ് നടന്നത്. 70-ാം വാർഷിക മഹാസമ്മേളനം 1990 മാർച്ച് കോഴിക്കോട് വെച്ച് നടന്നു. 75-ാം വാർഷിക മഹാസമ്മേളനം കേരളത്തിലെ 5 മേഖലകളിലായി നടന്നു.
അങ്ങനെയാണ് സമ്മേളനങ്ങളുടെ ഒരു ഒഴുക്കുണ്ടായത്. അഹ്ലുസുന്നയുടെ മഹാ ആശയങ്ങളെ സമുദായത്തിന് സമ്മാനിക്കുന്ന സമ്മേളനങ്ങളായിരുന്നു അത്. സമസ്ത എന്ത് വിഭാഗീയതാണ് ഇവിടെ ഉണ്ടാക്കിയെന്ന് പറയാനാണ് ഞാനിങ്ങനെ 1 by 1 ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാസാത്വികരായ ആലിമീങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ സമസ്തക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്നവരാരാ? മഹാനായ പ്രവൃത്തി ഉസ്താദ്, അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. രോഗാവസ്ഥയിലാണ്, അല്ലാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, രോഗശമനം നൽകുമാറാകട്ടെ. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാഫഖീഹാണ് മഹാനായ ചെറുശ്ശേരി ഉസ്താദ്, അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. അതിന്റെ ഉപാധ്യക്ഷനാണ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ഹൈദർ അലി ശിഹാബ് തങ്ങളെ നമ്മൾ സമസ്തക്കാർ കാണുന്നത് രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെയല്ല. സമസ്തയിൽ മറ്റു പലതിന്റെയും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകന്മാരുണ്ട്. അദ്ദേഹം സമസ്തയുടെ ഉപാധ്യക്ഷന. ഈ 3 പേരുടെ സർക്കുലറാണ്, പേരുവെച്ച അഭ്യർത്ഥനയാണ് എല്ലാ മദ്രസകളിലേക്കും അയച്ചിട്ടുള്ളത്. നിങ്ങളുടെ തിരുവത്ര മദ്രസയിലേക്കും അയച്ച സർക്കുലറിൽ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ സമസ്തയുടെ ഉപാധ്യക്ഷൻ എന്ന പേരില്ല, മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിട്ടല്ല. അങ്ങനെ ആകാതിരിക്കാൻ ഇത് സമസ്തയുടെ ഉപാധ്യക്ഷന. ഈ തങ്ങളെ ഞങ്ങളുടെ ആളാണെന്നും ഒപ്പം ഫോട്ടോ എടുക്കാനൊക്കെ തിടുക്കം കൂട്ടുന്ന ആളുകളല്ല കാന്തപുരം വിഭാഗത്തിന്റെ ആളുകൾ. കാപട്യം കണ്ടോ നിങ്ങൾ? തങ്ങളയച്ച സർക്കുലറിനെതിരെ സമസ്തക്കെതിരെ കേസ് കൊടുത്തത് വഖഫ് ബോർഡിൽ കൊടുത്ത കേസെന്താ? എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത്? ഇത് തിരുവത്ര ജമാഅത്ത് കമ്മിറ്റിയുടെ രജിസ്ട്രേഷൻ നമ്പർ 401/91 491 തിരുവത്ര ചാവക്കാട് തൃശൂർ. ഇവിടുത്തെ മഹല്ല് കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിയുടെ ലെറ്റർ പേരിൽ നടത്തി കുഞ്ഞു മുഹമ്മദ് തിരുവത്ര ജമാഅത്ത് കമ്മിറ്റി രക്ഷാധികാരി ഒപ്പീസിൽ വെച്ച വഖഫ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നൽകിയ ഈ കത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ അറിയണം സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന നിയമവിരുദ്ധമായി കേരളത്തിലെ എല്ലാ മുസ്ലിം വീടുകളിൽ നിന്നും ചുരുങ്ങിയത് 100 രൂപ വീതമെങ്കിലും എന്ന രീതിയിൽ 100 കോടി രൂപ നിർബന്ധ പിരിവ് നടത്തുന്നതിന് തീരുമാനിച്ച വിവരം താങ്കൾ അറിഞ്ഞിരിക്കുമല്ലോ. ഏത് മദ്രസയിലെ ഹബീബിങ്ങളെ നിർബന്ധ പിരിവ് നടത്തിയിട്ടുള്ളത്? ഇതിലൊരുപാട് ഉസ്താദുമാരില്ലേ, വിദ്യാർത്ഥികളില്ലേ? പൈസ തന്നില്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഉസ്താദ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? നിർബന്ധ പിരിവ് നടത്തിയിട്ടുണ്ടോ? അങ്ങനെ പച്ചക്കള്ളം. പള്ളികൾ, മദ്രസകൾ മുതലായ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ നിർബന്ധ ധനസമാഹരണം നടത്തുന്നത്. ഇത് കേരളത്തിലെ ഇസ്ലാം വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. എന്താ, വഖഫ് ബോർഡിനെ നോട്ടീസിൽ ഇവർ ഇസ്ലാമാക്കി, ബാക്കി എല്ലാവരും സുന്നി 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 എന്ന് കുത്തിത്തിരിക്കുന്ന ഇവര് ഇവിടെ ഇസ്ലാമാക്കി. കാരണം എന്താ? ഞാനിവിടെ പറഞ്ഞില്ലേ, there are several functions in Islam religion in India, namely Jamaat Islami, Mujahid Tabligh, Hanafi, Ahmadiyya. ഇതാണ് ഇവർ പറഞ്ഞ ഇസ്ലാം. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്. ഏത് ഖാദിയാന്റെ കയ്യിൽ നിന്ന് സമസ്ത പൈസ പിരിച്ചിട്ടുള്ളത്? ഏത് തബ്ലീഗുകാരന്റെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചത്? ഏത് മുജാഹിദിന്റെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചിട്ടുള്ളത്? പച്ചക്കള്ളം. ജയിക്കാൻ, കേസ് ജയിക്കാൻ വേണ്ടി കോടതിയിൽ കൊടുക്കുമ്പോ ഇത് കാണുന്ന റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനുണ്ടെന്ന് മറന്നു നിങ്ങള്. ജനകീയ കോടതി വലിച്ചെറിഞ്ഞില്ല, ചെലവ് സഹിതം തള്ളിയില്ല. ഇത് എന്താ ഫലമുണ്ടായത്? ഈ നാടിന്റെ പേര് മനോഹരമായിട്ടാണ് കേരളത്തിൽ അറിയപ്പെട്ടിരുന്നത്. പല കാരണങ്ങളാൽ. ചരിത്രപരമായ കാരണമുണ്ട്. SKSന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വരെ വന്ന നാസർ ബസ്തിയുടെ നാമധേയത്തിലുണ്ട്. അങ്ങനെ പല കാരണത്താൽ ശ്രദ്ധേയമായ നാമമുണ്ടായ തിരുവത്ര എന്ന പേര് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പ്രാർത്ഥന നടക്കുകയാണ്. ഈ ആളുകൾക്കെതിരെ സോഷ്യൽ മീഡിയകളിൽ വൈറലായി കത്തുകയാണ്. സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ പരാജയപ്പെടുത്തണമല്ലോ. ആ പ്രാർത്ഥനയല്ലേ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നിങ്ങൾക്ക് ലഭിച്ചത്? ആരുടെ അബദ്ധമാണിത്? തിരുത്താൻ തയ്യാറുണ്ടോ? ഒരുപക്ഷെ ഈ കമ്മിറ്റി എന്ന് പറയുന്ന എല്ലാവരും ഇതിൽ പങ്കാളികളാകാൻ സാധ്യതയില്ല. കാരണം വിവരമില്ലായ്മ ഒരു കുറ്റമല്ല. പക്ഷെ ഈ വിവരമില്ലായ്മ ഒരു സംഘത്തിന് മുഴുവൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ
സങ്കടമല്ലേ ഹബീബിങ്ങളെ? സങ്കടമല്ലേ അത്? ഒരാൾക്ക് വിവരമില്ലെങ്കിൽ, നടത്തുന്ന ഇമാമിന് വിവരമില്ലെങ്കിൽ ഇവിടുത്തെ ചെറിയ കുട്ടികൾക്കതറിയാം. പക്ഷെ ഒരു സംഘത്തിന് മുഴുവൻ വിവരമില്ല എന്ന് വെച്ചാൽ അത് സങ്കടമല്ലേ? അതുകൊണ്ടാണ് ഇവർ ഇസ്ലാം എന്ന് പ്രയോഗിക്കാൻ കാരണം അതാണ്. ഇത് കേരളത്തിലെ ഇസ്ലാം വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. കൂടാതെ ഇത്തരത്തിൽ സ്വരൂപിക്കുന്ന ധനം സമുദായത്തിന് ഉപകരിക്കുന്ന യാതൊരു സംഗതിക്കും വിനിയോഗിക്കാൻ സാധ്യതയില്ല. ഈ ധനം മറ്റു നിയമവിരുദ്ധമായ സംഗതികൾക്ക് വിനിയോഗിക്കാനാണ് സാധ്യത. ഊഹിച്ചു പറയുക. ഞാൻ പറയാം, ആരാണ് ധനം സമാഹരിച്ച് നിയമവിരുദ്ധമായി ചെയ്തത് എന്ന് സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം. എന്നിട്ട് പറയാം, ഈ തുക, ഈ പോയിന്റ് നോട്ട് പോയിന്റ്, ഈ തുക വഖഫ് സ്വത്ത് ആകുന്നത് ആയതിനെ സംബന്ധിച്ച് വഖഫ് ബോർഡ് മുമ്പാകെ കണക്കുകൾ ബോധിപ്പിക്കേണ്ടതുമാണ്. എന്താ ഹബീബിങ്ങളെ ഈ മന്ദത്തരം? ഈ പച്ചപ്പൊട്ടത്തരം എഴുതി വെച്ചേക്കണ്. ആളുകളിൽ നിന്ന് സംഭാവന തിരിക്കുന്നത് വഖഫ് സ്വത്താണ്. ആണോ? അങ്ങനെയാണെങ്കിൽ ധാരാളം പ്രോപ്പർട്ടികൾ ഉണ്ടാവില്ലല്ലോ. ഇസ്ലാമിന്റെ പരിപാടികൾ വയലിന് പൈസ പിരിക്കുന്നുണ്ട്, സംഭാവന പിരിക്കുന്നുണ്ട്. വഖഫല്ലേ? നിങ്ങൾ തന്നെ പിരിച്ചിട്ടില്ല. കമാലിയ മെഡിക്കൽ കോളേജിന് എവിടെയാണോ കമാലിയ മെഡിക്കൽ കോളേജ്? വഖഫാണെങ്കിൽ എവിടെ? ആടി തേക്ക് മാഞ്ചിയെന്ന പേരിൽ പിരിച്ചിട്ടുണ്ടല്ലോ. എവിടെയത്? മറുപടി പറ. വഖഫ് സ്വത്താണെങ്കിൽ മറുപടി പറ. ഏറ്റവും ഒടുവിൽ കൂപ്പൺ വെച്ച് പിരിച്ചിട്ടുണ്ട് മുബാറക് മസ്ജിദിന് എന്ന പേരിൽ. പിന്നീട് ആസാർ മസ്ജിദിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. വേറെ കാര്യം. എവിടെയാ പള്ളി? ആ പള്ളിക്ക് പിരിച്ച കാശെവിടെ? മറുപടി പറയേണ്ടി വരും. ഇവിടെ വേദി വെട്ടി നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അല്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിക്ക്. സംഭാവന തിരിച്ചെടുത്ത പൈസ വഖഫായി മാറുന്നത് ശാഫിഈ മദ്ഹബില് അല്ല, ഏതെങ്കിലും മദ്ഹബിലെ കിതാബിലുണ്ട് തെളിയിക്കാൻ. ഇറ്റ്സ് എ ചലഞ്ച്. കഴിയില്ല നിങ്ങൾക്ക്. വഖഫ് സ്വത്താണെന്ന് പോയി സംഭാവന പിരിച്ചത് വഖഫ് സ്വത്താണത്ര. വഖഫിന് നിബന്ധനയില്ല ഹബീബിങ്ങളെ. ഞാനിത് അല്ലാഹുവിന് വേണ്ടി വഖഫ് ചെയ്യുന്നു എന്ന് പറയുന്ന ശീലമുണ്ട്. സംഭാവന കൊടുക്കുന്നത് വഖഫിന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ പൈസ കവറിലിട്ട് കൊടുത്തത് അന്ന് പച്ചക്കളവ്, മഹാവിഡ്ഢിത്തം. ഒരു കമ്മിറ്റിയുടെ പേരിൽ കൊടുക്കുമ്പോ 2 വട്ടം ആലോചിക്കണ്ടേ സഹോദരങ്ങള്? കമ്മിറ്റി കൂടിയിട്ട് നോട്ടീസ് വിവരമുള്ള ഒരാളെ കാണിച്ചിട്ട് കൊടുക്കണ്ടേ? കേരള ഹൈക്കോടതിയിലേക്ക് വിവരമുള്ള കോടതിയിലെ ജഡ്ജിമാർ പറഞ്ഞു ഇത് സ്വീകരിക്കാൻ പറ്റില്ല. വേറെ ഒരു ബെഞ്ച് നീട്ടില്ല. ചിലത് സൈന്യം തള്ളിക്കളഞ്ഞിട്ട് പറഞ്ഞു സമസ്തക്ക് പൈസ പിരിക്കാൻ അവകാശമുണ്ട്. എവിടെ പോയി നിങ്ങളുടെ വാദം? ഇതാണ് ഇത് സമസ്തയുടെ കറാമത്ത. സമസ്തയുടെ കറാമത്താണിത്. നോക്കൂ, അടുത്ത വാചകം. പൊതുജനങ്ങളായ ഇസ്ലാം വിശ്വാസികളെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളെ രക്ഷിക്കണേ. ഈ 100 രൂപ പിരിച്ചാല് ഞങ്ങളെ കുടുങ്ങിപ്പോകും. രക്ഷിക്കണേ. സംഗതി ശരിയാ. 100 കോടി സമസ്ത ഭരിക്കുന്നത് ഏതെങ്കിലും പള്ളി ഉണ്ടാക്കാനല്ല. ഏത് പള്ളി? നിങ്ങൾ പറഞ്ഞ പോലെ വായുവിൽ തറക്കല്ലിട്ട നോളേജ് സിറ്റിയിലെ പള്ളിക്കല്ല സമസ്ത ഭരിച്ചത്. പിന്നെയോ? കേട്ടോ നിങ്ങൾ? സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ 6 കാര്യങ്ങളുണ്ട്, 6 ടീച്ചർമാരുണ്ട്, 92 മുഖത്തിസുമാരുണ്ട്, 2 റീജിയണൽ മുഖത്തിസുമാരുണ്ട്, 4 മുബല്ലിഗുമാരുണ്ട്. മദ്രസയിൽ പഠിക്കുന്ന അധ്യാപകന്മാർക്ക് 12ഓളം സഹായങ്ങൾ നൽകുന്നുണ്ട്. ഗ്രാൻഡ് അലവൻസുകൾ വിശദീകരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന സമയക്കുറവ്. സേവന സർവീസ് അവാർഡുകൾ ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് നൽകുന്നുണ്ട്. സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നുണ്ട്. റേഞ്ചിന്റെ സെക്രട്ടറി, പ്രസിഡന്റ് എന്നിവർക്ക് അലവൻസുകൾ നൽകുന്നുണ്ട്. ഏതെങ്കിലും പ്രത്യേക കോഴ്സുകൾ പൂർത്തീകരിച്ചാൽ അതിന് ആനുകൂല്യം നൽകുന്നുണ്ട്. മുഅല്ലിം ക്ഷേമനിധി നൽകുന്നുണ്ട്. മുഅല്ലിങ്ങൾക്ക് അവർ ജീവിതകാലം മുഴുവൻ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ചെലവഴിച്ച് വാർദ്ധക്യത്തിന്റെ അവസരയിൽ കഴിയുമ്പോൾ അവർക്ക് വേണ്ടി മുഅല്ലിം പെൻഷൻ നൽകുന്നുണ്ട്.
അത്യാഹിത സന്ദർഭങ്ങളിൽ പ്രത്യേകം സഹായം നൽകുന്നുണ്ട്. ഇത്തരക്കാരായ ആളുകളുടെ വീടുകളുടെ ഭവന നിർമ്മാണത്തിനു വേണ്ടി കൃത്യമായ രേഖകൾ മുഖേന അപേക്ഷിച്ചാൽ ഭവന നിർമ്മാണത്തിന് പൈസ കൊടുക്കുന്നുണ്ട്. SKSSF-ന്റെ കള്ള ലെറ്റർ പേരുണ്ടാക്കി, കള്ള സീലുണ്ടാക്കി, മദ്രസ കമ്മിറ്റിയുടെ സീലുണ്ടാക്കി നിങ്ങളുടെ കുറെ സക്കാഫികളും പൈസ വാങ്ങിയിട്ടുണ്ട്. കൂട്ടരെ പൈസ വാങ്ങിയിട്ടുണ്ട്. സമസ്തയുടെ പൈസ വിവാഹ ധനസഹായം നൽകുന്നുണ്ട്. തെളിവ് ചോദിച്ചാൽ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഓഫീസിൽ വിളിച്ചു ചോദിക്ക്, കൃത്യമായ രേഖ അവിടെയുണ്ട്, പറഞ്ഞു തരും. ചികിത്സാ സഹായം നൽകുന്നുണ്ട്. ഈ ജില്ലയിൽ വീട് നൽകപ്പെട്ട മൂല്യങ്ങളെ എനിക്കറിയാം. ചികിത്സാ സഹായം ലഭിച്ച ആളുകളെ അറിയാം. അതുപോലെ വിധവാ സഹായം നൽകുന്നുണ്ട്. അധ്യാപകരുടെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ വിധവകൾക്ക് നൽകുന്ന സഹായമുണ്ട്. ഒരു മദ്രസയിൽ തുടർച്ചയായി 25 വർഷം പൂർത്തീകരിച്ചാൽ അയാൾക്ക് നൽകുന്ന അവാർഡിന് തുക ചെലവഴിക്കുന്നുണ്ട്. ട്രെയിനിങ് സെന്റർ ചേളാരി ആസ്ഥാനമായി നടക്കുന്നുണ്ട്. അധ്യാപകരുടെ ക്ഷാമമുണ്ടായപ്പോൾ ഭക്ഷണ വസ്ത്ര സൗജന്യ സംവിധാനങ്ങൾ പഠന സംവിധാനം ഏറ്റെടുത്തിക്കൊണ്ട് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഭാരിച്ച തുക സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെലവഴിക്കുന്നുണ്ട്. ഇതൊരു നിസ്സാര കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ 100 കോടി പിരിച്ചെടുക്കുന്നത് കേവലം ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. സമസ്തയുടെ ഈ ഘടകങ്ങളായ SKSSF-ഉണ്ട്, SYS ഉണ്ട്, ജംഇയ്യത്തുൽ മുഅല്ലിമീനുണ്ട്, സുന്നി മഹല്ല് ഫെഡറേഷൻ ഉണ്ട്, SKFUണ്ട്. സമഗ്രമായ പ്രവർത്തന പദ്ധതികൾ അവർ പ്ലാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സമർപ്പണത്തിൽ നടന്ന 25ാം വാർഷിക മഹാസമ്മേളനത്തോടെ നിരവധി പദ്ധതികൾ രൂപപ്പെടുത്തി വന്നിട്ടുണ്ട്. നിങ്ങൾ കാണുന്നത് പോലെ തെരുവുകളിൽ സമരം നടത്തി സമരമാണ് ജീവിതമെന്ന് പറഞ്ഞ് നടക്കുന്നവരല്ല SKSSF-കാര്. സമുദായത്തിന് പ്രവർത്തിക്കാൻ നിസായ എന്ന് പറയുന്ന സന്നദ്ധ വിഭാഗത്തിന്റെ 5 വർഷത്തേക്കുള്ള പദ്ധതികൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഇസ്ലാമിക ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ജീവിക്കുന്ന അടയാളങ്ങളായി അടുത്ത 2 പതിറ്റാണ്ടിന്റെ ഉള്ളിൽ നിസായയുടെ വളണ്ടിയർമാർ സാമുദായിക സേവന സംഘത്തിന് രംഗത്തേക്കിറങ്ങില്ല. ഏത് കോടീശ്വരന്റെയും സഹായം സമസ്തയ്ക്കില്ല. നാണയത്തുട്ടുകളെ കൊണ്ട് വളർന്ന പ്രസ്ഥാനമായത്. ഓരോ ഉമ്മമാരും കോന്തലക്കൽ കരുതിയ ഒരണ കൊണ്ട് വളർന്ന പ്രസ്ഥാനം അറിയിടുമ്പോൾ ഒരു കൊച്ചു പിടിയറി മാറ്റിയിട്ട് പള്ളിയിലേക്ക് കൊടുത്ത് മദ്രസയിലേക്ക് കൊടുത്ത് വളർത്തിയ പ്രസ്ഥാനമോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. കോടികൾ നൽകാൻ പിരിച്ചെടുക്കാൻ പണച്ചാക്കുകള് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കില്ല. കള്ളം പറഞ്ഞാൽ ഞങ്ങൾക്കാവില്ല, നുണ പറയാൻ ഞങ്ങൾക്കാവില്ല, പലിശയുടെ കാശ് വാങ്ങാൻ സമസ്തക്കില്ല. അതുകൊണ്ട് ഓരോ മദ്രസയിലെയും വിദ്യാർത്ഥികളിൽ നിന്ന് 100 രൂപ പിരിച്ചത് ഇത് തട്ടിപ്പ് നടത്താനല്ല, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിന്. SYS-ന്റെ പ്രവർത്തനം അഖിലേന്ത്യാ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനിരിക്കുകയാ. പ്രഗത്ഭരായതിന്റെ നേതൃത്വം പദ്ധതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു. നിങ്ങൾ കരുതിയോ ഇത് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ പിരിച്ചുവെന്ന്? തൃശ്ശൂർ ജില്ലയിലെ കേരളത്തിലെ പല മദ്രസകളിലും അവർ പറഞ്ഞു ഇത് കേസ് കൊടുക്കാനാണ് പിരിക്കുന്നത്. എന്തുകൊണ്ട് എല്ലാ മദ്രസകളിലും ഇതുപോലെ ആവർത്തിച്ച കളവ് നടന്നു? ഇതൊരു പ്രൊപ്പഗണ്ടയാണ്. കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഓരോ പരിധിയിലേക്കും നൽകിയ സന്ദേശമാണ് ഈ കൊല്ല പ്രസ്താവന. കേസ് കൊടുക്കാൻ നിങ്ങൾക്കെതിരെ എന്തിനാണോ കേസ്? നിങ്ങൾ കൊടുത്ത ഈ കേസ് ആരാ തള്ളിയത്? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തള്ളിയില്ലേ നിങ്ങളുടെ കേസ്? പിന്നെ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ട് സമസ്തക്കെതിരെ ധാരാളം കേസുകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞെട്ടിക്കുന്ന വിവരങ്ങൾ മഗ്‌രിബിന് ശേഷം നടക്കുന്ന ഇവിടുത്തെ പരിപാടിയിൽ ആദർശ രംഗത്തെ നമ്മുടെ അഭിമാനഭാജനങ്ങളായ നേതാക്കന്മാർ രേഖപ്പെടുത്തും. മഗ്‌രിബിന് സമയമായിട്ടുണ്ട്. നിങ്ങളുടെ ഒരൊറ്റ അപേക്ഷയുള്ളൂ, ഈ നാട്ടുകാരോട് പറയാനുള്ള അപേക്ഷ. ഞാൻ വളരെ കൃത്യമായി നിഷ്പക്ഷമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരള ഹൈക്കോടതിയുടെ ഈ റിട്ട് ഹർജി ബാങ്കല്ലേ, ഈ ഹർജിയെക്കുറിച്ച് മഹല്ലി കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം തിരുവത്രയിലുണ്ടെങ്കിൽ ഈ ഹർജി കൊടുത്ത ശ്രീമാൻ ജനാബ് നടത്തി കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന ഈ സഹോദരനെ മുൻപിൽ നിർത്തിയിട്ട്
ഇംഗ്ലീഷ് അറിയുന്ന ഏതെങ്കിലും ആളുകളെ കൊണ്ട് വായിപ്പിച്ച് മറുപടി പറയിപ്പിച്ച് അഹമ്മദിയ ഖാദിയാനിയാക്കൾ നിങ്ങളെന്നാൽ ഇസ്ലാമാക്കിയത്? ചോദ്യം നമ്പർ 1. ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും തബ്ലീഗും എന്നാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഇഷ്ടക്കാരായത്? നിങ്ങളുടെ മദ്രസയിൽ നിന്ന് അവരെ പഠിപ്പിക്കുന്നത്? ചോദ്യം നമ്പർ 2 നിങ്ങൾ അവരോട് ചോദിക്കണം. 3. It will definitely affect the harmony of the students belong to various function of Muslims. മുസ്ലിങ്ങൾക്കിടയിലെ ഐക്യത്തെ ഇത് വളരെ കൃത്യമായി തകർക്കുമെന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. 100 രൂപ ഒരു മദ്രസയിൽ നിന്ന് സമസ്തക്ക് പിരിവെടുത്താൽ തകർന്നു പോകുന്നതാണ് ഈ രാജ്യത്തെ സമുദായിക ഐക്യം. നിങ്ങളാണ് സമുദായത്തിന്റെ ഐക്യം പറയുന്നത്. ശംസുലമിയെ മുജാഹിദാക്കിയ നിങ്ങൾ ആണോ? ശരീഅത്തിന്റെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, അലീമില്ലാന്റെ കൂടെ വേദി ബന്ധിട്ടതിന് ശംസുലമ തലച്ചു എന്ന് പറഞ്ഞ് കാന്തപുരം വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കിയ നിങ്ങളാണോ സമുദായിക ഐക്യത്തെ കുറിച്ച് പറയുന്നത്? സയ്യിദ് ഉമർ അലി ശിഹാബിതങ്ങൾ വഖഫ് ബോർഡിന്റെ ചെയർമാനായപ്പോ മുജാഹിദിനോടൊപ്പം വേദി ബന്ധിട്ടു എന്ന് പറഞ്ഞ നിങ്ങളുടെ നേതാവിനോട് ചോദിച്ച് ആരാണ്ടാ സമുദായ ഐക്യം തകർത്തത്? നിങ്ങളോ? സമസ്ത ഐക്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആദർശത്തിൽ വെള്ളം കോർത്തിട്ടല്ല, കുവൈത്തിൽ പോയിട്ടല്ല, അറബി വരുമ്പോ ഡയറക്റ്റ് പോയിട്ടല്ല സമസ്ത ഐക്യം കാണിച്ചത്. സമുദായത്തിന്റെ പൊതുവിഷയങ്ങളിൽ ഐക്യം കാണിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളോട് മാത്രമല്ല, ഈ രാജ്യത്തെ ഹിന്ദുവിനോട് ക്രിസ്ത്യാനിയോട് സമസ്ത സൗഹാർദ്ദം കാണിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ ഹാർമണി തകരും നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? അത് JCB കണ്ട കാന്തപുരത്തിന്റെ ആൾക്കാർ എന്തും കാണിക്കില്ലേ? JCB കണ്ടാലേ എന്താ കാരണം? ചേകന്നൂരിനെ ഇളക്കി മറിക്കാൻ കൊണ്ടുപോയ JCB കണ്ട ആൾക്കാരാണ്. എന്നിട്ട് ഇവരാണ് ഐക്യത്തെക്കുറിച്ച്, സാമുദായിക സൗഹാർദ്ദത്തെക്കുറിച്ച് കേരള ഹൈക്കോടതിയിൽ സമസ്തയെ അറിയാടോ? കേരള ഹൈക്കോടതിക്ക് ബുദ്ധിയുള്ളവർക്കറിയാം. അതുകൊണ്ടാ തല്ലിയത്. 3ാമത്തെ ചോദ്യം നിങ്ങൾ അതാണ് ചോദിക്കേണ്ടത്. 4ാമത്തെ ചോദ്യം, എങ്ങനെയാണ് സംഭാവന തിരിച്ചാൽ വഖഫാകുന്ന ഓട്ടോമാറ്റിക്? എങ്ങനെയാണ്? ഇവരോട് ചോദിക്ക്. ഇയാൾക്ക് വിവരമില്ലെങ്കിൽ ആ കമ്മിറ്റിക്കാരോട് ചോദിക്ക്. അല്ലെങ്കിൽ ഒരു കത്തിലുണ്ടാവുമല്ലോ പള്ളിയിൽ, അയാളോട് ചോദിക്ക്. ഈ 4 ചോദ്യത്തിന് ഉത്തരം പറയാൻ വേദികൾക്ക് ഇവിടെ സൗകര്യമുള്ളിടത്ത് വേദികൾക്ക് വരാനങ്ങള് വരും എന്നുള്ളതുകൊണ്ട് അല്ലാഹു ഖൈറിന്റെ ഭാഗത്ത് നമ്മളെ അടിയുറപ്പിച്ച് നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.